നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. KPCC പ്രസിഡന്റ് താങ്കൾക്ക് പിന്തുണമായി രംഗത്തെത്തിയിരിക്കുന്നു. ഒരു ഉന്നത ഗൂഢാലോചന ഫലമാണ് ഈ അറസ്റ്റ് എന്നാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഉറപ്പല്ലേ? ആ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്താണ്? കേന്ദ്ര നേതൃത്വവും ആലോചിച്ചിട്ട് ഇവിടെ മുസ്ലിം മൈനോറിറ്റിയിലെ ലീഡേഴ്സിനെ ഇല്ലായ്മ ചെല്ലാൻ, കേസിൽ കൊടുക്കാൻ, ജയിലിലടക്കാൻ ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും നടക്കുന്നുണ്ട്. അത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന ഈ സംസ്ഥാനത്തും മുസ്ലിം ഭീകരത പറഞ്ഞ് ആളുകളുടെ ഉള്ളിലാക്കുക. എന്നെ ഇപ്പോൾ ഭീകരനാക്കിയില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ പേരെന്താ? PV അൻവർ. അപ്പം അത് തന്നെയാണ് ഈ പിണറായി ഗവൺമെൻറ് ഇവിടെ ചരിത്രത്തിലാദ്യമായിട്ട് ഇത്രയും മുസ്ലിം വിരുദ്ധത കാണിക്കുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടാവില്ല. രമേശ് ചെന്നിത്തല ഒപ്പം കോൺഗ്രസിന്റെ നേതാക്കൾ, ലീഗിന്റെ നേതാക്കളൊക്കെ താങ്കളുടെ ഇതിൽ പ്രതിഷേധം അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. ഒരു MLA ഇങ്ങനെ അറസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ UDFന്റെ ഒരു നിലപാടിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സ്വാഭാവികമായിട്ടും ഇത് ജനങ്ങൾ നോക്കിക്കാണുന്നൊരു വിഷയമാണ്. ഇത് രാഷ്ട്രീയമല്ല. ഞാനൊരു ജനകീയ യാത്രയാണ് നടത്തിയത്. ഞാൻ DMKയുടെ പേരിലല്ല നടത്തിയത്. ഈ സമൂഹത്തിലെ മുഴുവൻ മനുഷ്യരും ബാധിക്കുന്ന ഒരു വിഷയം. എല്ലാവരെയും ക്ഷണിച്ചു, UDFിലെ മുഴുവൻ നേതാക്കളെയും, വിവിധ പാർട്ടിയിലെ, ഇവിടുത്തെ സാമൂഹിക സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, അതുപോലെ തന്നെ കർഷക സംഘം, ഇവരൊക്കെ സഹകരിച്ചില്ലേ? തിരുമേനിമാര് ആ ജാഥയിലേക്ക് ക്ഷണിച്ചത്. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വന്യജീവി നിയമ ഭേദഗതി, വന്യജീവി ആക്രമണം. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പ്രതിപക്ഷം അങ്ങനെ എടുക്കണമല്ലോ. അല്ല, അതൊന്നും ഇപ്പൊ പറയാനായിട്ടില്ലല്ലോ. ഇവിടെ ഇപ്പോഴത്തെ വിഷയം എന്താണ്? ഈ അറസ്റ്റ് ഭീകരതയും ഈ ജയിലിലടക്കാനുള്ള അവരുടെ ധൃതിയാണല്ലോ. അതാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അല്ല, വേറെ എന്ത് കേസാണ് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ ആ DF ഓഫീസിൽ പോയി പ്രതിഷേധം നടത്തി അവിടെ ഇരുന്നു. പ്രവർത്തകർ അവിടെ കല്ലെറിഞ്ഞു അതിൻ്റെ അകത്ത് കയറി. ഒരാൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമോ? ഇത്രയും ദയനീയമായ ഒരു സ്ഥിതിവിശേഷത്തിൽ ജനങ്ങൾക്ക് വികാരം ഉണ്ടാവില്ലേ? സാധാരണ ഇങ്ങനത്തെ സംഭവത്തിൽ എന്താ ചെയ്യുക? റോഡ് പോയി ബ്ലോക്ക് ചെയ്യും. എന്താ കാര്യം? ആ യാത്ര ചെയ്യുന്ന മനുഷ്യരെ കൂടി കഷ്ടപ്പെടുത്തുന്നവർക്ക്. അപ്പോൾ ആ റോഡ് ബ്ലോക്ക് ചെയ്യൽ ഒഴിവാക്കിയിട്ട് ഫോറസ്റ്റ് ഓഫീസിലേക്കല്ലേ പോകേണ്ടത്? ഫോറസ്റ്റുകാർ ചെയ്ത കുറ്റത്തിന് ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്നപ്പോൾ ഈ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. മോളിൽ നിന്നുള്ള നിർദ്ദേശമാണ്. അറസ്റ്റ് മെമ്മോ ഉണ്ട്, അത് പ്രിപ്പയർ ചെയ്ത അത് തരാമെന്ന് പറഞ്ഞു. ഈ വന്ന പോലീസുകാർ എന്ത് ചെയ്യാനാണെന്ന് മുഖ്യമന്ത്രി നേരിട്ടിരുന്ന മണിക്കൂറുകളായി. ഉച്ചയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയതാ. ഇരുന്നു കൊണ്ട് അവിടെ ഇരുന്ന് കൈകാര്യം ചെയ്യുക. ഇപ്പുറത്ത് ശശി, അപ്പുറത്ത് അജിത് കുമാർ. ഇങ്ങനെ ഇരുന്നിട്ടല്ലേ ഇത് കൈകാര്യം ചെയ്യുന്നത്? ഈ പോലീസുകാർ എന്ത് ചെയ്യാനാണ്? ഈ നേരത്തെ ഒരുപാട് കേസുകൾ അൻവർ MLAക്കെതിരെ എടുത്തിരുന്നല്ലോ. ഇപ്പോൾ ലാസ്റ്റ് പോലീസ് സെക്രട്ടറി ആക്ട് പ്രകാരമൊക്കെ കേസ് എടുത്തു. അതിനൊന്നും അറസ്റ്റ് ഇല്ലാതെ ഈ ഘട്ടത്തിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം അത്രമുണ്ടോ? അല്ല, സ്വാഭാവികമായിട്ട് അതൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ വരും. ഈ മജിസ്ട്രേറ്റിനെ ഇറങ്ങാറാക്കണ്ടേ? പോയി നോക്കട്ടെ. ഒരിക്കലും കിട്ടില്ല. പിണറായി നീതി കിട്ടില്ല എന്ന് തന്നെ പറയുന്നു. ഒപ്പം ഇത് പിണറായിയുടെ ഭീകരതയാണ്, അറസ്റ്റ് ഭീകരതയാണ് ഇവിടെ നടക്കുന്നത് എന്ന് ആവർത്തിക്കുകയാണ് PV അൻവർ. മജിസ്ട്രേറ്റിനെ മുന്നിലേക്ക് ഹാജരാക്കാൻ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ PV അൻവറിനെ കൊണ്ടുവന്നിരിക്കുന്നത്. നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി. നിലമ്പൂരിലെ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ അല്ലെങ്കിൽ കൂടുതൽ കടുപ്പത്തിലുള്ള വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അത് കൃത്യമായൊരു വർഗീയ നിലപാട് കൂടിയാണ് തൻ്റെ അറസ്റ്റിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിക്കുന്നു. അങ്ങനെ ഈ ജനകീയ സമരത്തിനിടയിൽ തൻ്റെ ഒരു ജനകീയ വിഷയമുയർത്തിയുള്ള പ്രതിഷേധത്തെ ഇത്തരത്തിൽ നേരിടുന്നതിന് പിന്നിൽ അത് തന്നോടുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് CPMനെയും മുഖ്യമന്ത്രിയും ഒക്കെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിൽ അദ്ദേഹം ചില വർഗീയമായ ആരോപണങ്ങൾ കൂടി അല്ലെങ്കിൽ അത്തരം ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട് എന്ന് ആരോപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളല്ല തനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വക്കീലിനെ കൊണ്ടുവരുന്നില്ല. നാളെ കോടതിയിൽ അഭിഭാഷകൻ വഴി ജാമ്യാപേക്ഷയുമായി നീങ്ങും. മറ്റു കുറേ കേസുകൾ ഉണ്ടായിരുന്നല്ലോ, ഇതിലും ഗുരുതരമായ വകുപ്പുകൾ അല്ലെങ്കിൽ ഗുരുതരമായ കേസുകൾ നേരത്തെ ഉണ്ടായിരുന്നല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ മറുപടിയും ശ്രദ്ധേയമാണ്. അതൊക്കെ പിന്നാലെ വരും, അതും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന തരത്തിലാണ് PV അൻവറിൻ്റെ പ്രതികരണം വന്നത്.